ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ ഉണക്കമുളകും ചുവന്നുള്ളിയും കൊപ്രയും എടുത്തിട്ടുണ്ട്. ഈ ഉണക്കമുളക് ഒരു 10 ഉണക്കമുളകോളം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഒരു 10 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കൊപ്രയുടെ മുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ കൊപ്ര ഇനി അരിഞ്ഞെടുക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്താലേ നമുക്കത് മിക്സിയിലിട്ടിട്ട് വേഗത്തിൽ അരച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ നീളത്തിനുള്ള കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ കനലിലിട്ടിട്ട് ഇത് ചുട്ടെടുക്കാം. ഇവിടെ അടുപ്പില്ലാത്ത കാരണം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. വേണ്ട ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കണം. മുളകും കൊപ്രയും ഉള്ളിയും ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ കുറച്ച് വാളംപുളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് ചതച്ച പരുവായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മയത്തിൽ അരച്ചെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി അരച്ചെടുത്ത ശേഷം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ നല്ല ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള കൊപ്ര ചുട്ടരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റണ ഒരു അടിപൊളി ചമ്മന്തിയാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.